അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പോൾ ഈ ദുർഗിലെ രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയം വരുമ്പോൾ നിങ്ങൾ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യമുണ്ട്. 2021 ഏതാണ്ട് 5ഓളം വൈദികരെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 11 മാസത്തോളമാണ് ജയിലിലിട്ടത്. അന്ന് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ സ്നേഹം? മലയാളികൾ ഉൾപ്പെടെയാണ് ഈ വൈദികർ എന്ന് ഓർക്കണം. 11 മാസക്കാലമാണ് ജയിലിൽ കിടന്നത്. അന്ന് എവിടെ പോയി നിങ്ങളുടെ ഈ മതേതര മൂല്യം? അപ്പോൾ ഈ ഭരണഘടനയൊക്കെ അന്ന് ജയിലിന് പുറത്തായിരുന്നോ? നീലിമ, അന്നും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, ഇന്നും പ്രതികരിക്കും. ആര് പ്രതികരിച്ചു? അല്ല, എന്നെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല, അതല്ലേ എന്റെ ഒരു മര്യാദ. ഈ നീലിമയും ബഹുമാന്യായ BJPയുടെ നേതാവ് എന്റെ സുഹൃത്ത് രഞ്ജിത്തും നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ഈ ആളുകളെ ചോദ്യം ചെയ്തത് പോലീസ് അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നടന്ന മനുഷ്യാവകാശ ലംഘനം, ദേ ആർ നോട്ട് ക്വസ്റ്റ്യൻഡ് ബൈ പോലീസ്. ഇവരെ ബജറംഗ ദളിന്റെ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വളഞ്ഞു വെക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് തെറ്റാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു. ആദ്യം RPFന്റെ ശ്രദ്ധയിലേക്കാണ് ഇത് വരുന്നത്, റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിലേക്കാണ് ഇത് വരുന്നത്. അത് റെയിൽവേ സ്റ്റേഷനിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോഴാണ് അവിടെ ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് അവിടെ വ്യാപകമാണ്. സ്വാഭാവികമായും അവിടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ടിക്കറ്റുമായിട്ട് യാത്ര ചെയ്യുന്നതാണോ, അവർ പ്രായപൂർത്തിയായവരാണോ? ടിക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തുള്ള കന്യാസ്ത്രീകളുടെ കയ്യിലാണ്, ഞങ്ങൾ അവരോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്. ഈ വിഷയമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. റെയിൽവേ പോലീസ് അതിനുശേഷം മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ല. അവർക്ക് ഈ കാര്യത്തിൽ വിശ്വാസ്യതയുണ്ട്. സ്വാഭാവികമായി റെയിൽവേ പോലീസിന് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. എന്താന്നേ അവരെ ചോദ്യം ചെയ്യാനുള്ള കാര്യം? തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും നടന്നത് അത് തന്നെയാണ്. രഞ്ജിത്തെ, എന്റെ ചോദ്യം, രഞ്ജിത്തെ, പ്രായപൂർത്തിയായ ട്രെയിനിൽ കയറാനായിട്ട് വരുമ്പോൾ കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായി സ്ത്രീകൾ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യാറുണ്ട്. അല്ല, എന്താണ് ഈ സംശയം? ഞാൻ ചോദിക്കുന്നേ, അങ്ങ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങും അങ്ങയുടെ സഹോദരിമാരോ അങ്ങയുടെ ഭാര്യയോ 4-5 പേര് നിൽക്കുന്നു. എന്താണ് ഈ സംശയാസ്പദമായ സാഹചര്യം? അവരുടെ കയ്യിൽ ബോംബില്ല, നിരോധിതമായ സാധനങ്ങളൊന്നുമില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ കയ്യിലുണ്ട്. റെയിൽവേ പോലീസ് അതിന് സംതൃപ്തരാണ്. റെയിൽവേ പോലീസ് ജ്യോതി ശർമ്മയുടെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ സേനാപതി വേണു, ദയവായി അങ്ങ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു സെക്കൻഡ്. ഈ ബസ്തർ മേഖലയിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ വരുന്നത്. ബസ്തർ നാരായൺപൂർ എന്ന് പറയുന്ന ആ മേഖലയെക്കുറിച്ച് ഒരു അഭിഭാഷകനായ താങ്കളോട് അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവിടെ വലിയ മാവോയിസ്റ്റ് സാന്നിധ്യം. ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അവിടെ അതിശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. ആ മേഖലയ്ക്ക് അകത്തേക്ക് ആരെങ്കിലും ചെല്ലുന്നതോ പുറത്തേക്ക് അവിടെ നിന്ന് ആരെങ്കിലും വരുന്നതോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ അവർ വളരെ ജാഗരൂകരായി നിലകൊള്ളുന്ന മേഖലകളാണിത്. അപ്പോൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും സ്വാഭാവികമായും ക്വസ്റ്റ്യനിങ് ഉണ്ടാകും. ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല, റെയിൽവേ ടിക്കറ്റ് ഇല്ല, യാത്രാരേഖകളില്ല, ഒന്നുമില്ല. മാത്രവുമല്ല, അതിൽ ഒരു കുട്ടി ആ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് വാവിട്ട് കരയുന്നൊരവസ്ഥയും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെയാണ് ഈ വിഷയം പുറം ലോകം അറിയുന്നതും. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ കന്യാസ്ത്രീകൾക്കൊപ്പം 3 പെൺകുട്ടികളെ കാണുമ്പോൾ ബജരംഗ് ദൾകാർ ഓടി വന്ന് അവരെ അടിക്കുകയും ചവിട്ടുകയും ഒന്നുമല്ല ചെയ്തത്. ഇതാണ് അവിടെ നടന്ന സംഭവം. ശ്രീ രഞ്ജിത്ത്, വനവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ പെൺകുട്ടികളെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ, അതിന്റെ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് ചോദ്യം ചെയ്തത്. അന്നത്തെ സാഹചര്യം. ശ്രീ സേനാപതി വേണു, അങ്ങേക്ക് പ്രതികരിക്കാം. എന്റെ വിനീതമായ വീണ്ടുമുള്ള ചോദ്യം ഇതാണ്. ഇനി അവരോട് അവരുടെ വിവരങ്ങൾ ആരായുകയല്ലേ ചെയ്യേണ്ടതുള്ളൂ.
അവരുടെ വിവരങ്ങൾ ആരായുകയല്ലേ ചെയ്യേണ്ടതുള്ളൂ. അതല്ലാതെ ജ്യോതി ശർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരെ മനുഷ്യക്കടത്തിന് കേസെടുക്കുക, അന്നേരെ മതപരിവർത്തനത്തിന് കേസെടുക്കുക. ഇവരെത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ക്രിസ്ത്യാനികളായ ആളുകളാണ്. ഇവിടുത്തെ പ്രശ്നം ശ്രീ രഞ്ജിത്ത് മനസ്സിലാക്കേണ്ടത് ആൾക്കൂട്ട വിചാരണയുടെ പേരിൽ ബജറംഗ ദളുകാർ 2021 ഈ വൈദികരെ പിടിച്ച് 11 മാസം അകത്തിട്ട കോൺഗ്രസ് സർക്കാരിന്റെ ചെയ്തിയെ കുറിച്ച് താങ്കൾ ഇപ്പോഴും ആ പോയിന്റിലേക്ക് ഒന്ന് വരൂ. നിങ്ങളുടെ കാലത്ത് അങ്ങനെ നടന്നിട്ടില്ലേ? അവരെ ആരെയെങ്കിലും ബജറംഗ ദളുകാർ പിടിച്ച് വളഞ്ഞതിന് ശേഷം അവരുടെ ചെവിക്കുറ്റിക്ക് അടി കൊടുത്ത് പോലീസിനെ കൊണ്ട് FIR എടുപ്പിക്കുമെന്നല്ലോ ചെയ്തത്. ആണോ ചെയ്തത്? ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം അതാണെന്നേ. ഇവിടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ കാണുന്ന കാഴ്ച, ട്രെയിനിൽ യാത്ര ചെയ്യാൻ വന്ന ആളുകളെ, ഇനിയിപ്പോ അവരുടെ ടിക്കറ്റ് ഇല്ല എങ്കിൽ അതിനുള്ള ബാക്കി തുടർ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അവരെ വളഞ്ഞു വെച്ചതിന് ശേഷം ബജറംഗ ദളിന്റെ ആളുകൾ പറയുന്ന രീതിയിൽ മൊഴിയെടുത്ത് കേസെടുക്കുക എന്ന് പറഞ്ഞാല്, ഇനി ഇവിടെ അങ്ങ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പിറ്റേ ദിവസം അവർക്ക് ജാമ്യം കിട്ടണമായിരുന്നു. പിറ്റേ ദിവസം ദുർഗ് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടു. ആ ജാമ്യാപേക്ഷ തള്ളി. എന്താ കാരണം? അതിന്റെ പിറ്റേ ദിവസം ഇത് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടു. അവർക്ക് ജാമ്യം പിറ്റേ ദിവസം കിട്ടുന്നതാണെങ്കിൽ അവിടുന്ന് ജാമ്യം കിട്ടേണ്ടതല്ലേ? എന്തേ ജാമ്യം കൊടുക്കാത്തത്?